നമ്മുടെ തിരുവനന്തപുരം നഗരസഭയ്ക്കുള്ളിൽ 4 നിയോജക മണ്ഡലമാണ് വരുന്നത്. ഈ 4 നിയോജക മണ്ഡലത്തിലും തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ MLA വരും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഇപ്പോഴത്തെ നമ്മുടെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വെറും ഒരു സെമി ഫൈനൽ മാത്രമാണ്. തിരുവനന്തപുരം നഗരത്തെ മുഴുവൻ മാറ്റിമറിക്കുക, അല്ലെങ്കിൽ നല്ല വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരിക, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പദ്ധതികൾ കൊണ്ടുവരിക, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയായിട്ട്, ഒരു ഡെപ്യൂട്ടി മേയറായിട്ട് മാറുക എന്ന് തന്നെയാണ് ഉദ്ദേശം. അപ്പോൾ തീർച്ചയായിട്ടും അത് വലിയൊരു ചലഞ്ച് തന്നെയാണ്. ആറ്റുകാൽ പൊങ്കാലയുടെ അഴിമതിയുടെ പേരിൽ തുടങ്ങിയതാണ്. 5 വർഷവും നമ്മൾ ഒരിക്കലും കേട്ടുകേൾവി പോലും ഇല്ലാത്ത അഴിമതി കഥകൾ അതിനകത്തുണ്ടായിരുന്നു. അതിപ്പോഴും കാരണം ഇനിയും നമ്മൾ പുറത്തുവിടാൻ പോകുന്നതേ ഉള്ളൂ. ഇനിയാണ് അതിൻ്റെ ഓരോ ഭാഗത്തു നിന്നും ഓരോ നമ്മൾ ഫയലുകൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി നമുക്ക് പുറത്തറിയാം. ഇനി എന്തൊക്കെയാണ് അവിടെ നടന്നിട്ടുള്ളത്. വാഹനങ്ങളുടെ പേരിലും മറ്റു പല രീതിയിലും നിരവധിയായിട്ടുള്ള അഴിമതികൾ നടക്കുന്നുണ്ട്. അതൊക്കെ ഇനി പുറത്തു വരുമ്പോൾ അറിയാം. തിരുവനന്തപുരം നഗരസഭ തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര അതിശയമായിട്ട് തോന്നിയത് MLA തൊട്ടടുത്ത് ഉണ്ടായിരുന്നിട്ടും ഒരു കൗൺസിലറുടെ ഓഫീസ് ഇത്രയും ഇങ്ങനെ ഒരു പ്രവർത്തിക്കുന്നത് കണ്ടിട്ടും ഒരു മനസാക്ഷിയും തോന്നിയില്ലേ എന്ന് തോന്നി എനിക്ക്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തിന്റെ പ്രിയങ്കരിയായ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് GS ആണ് നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത്. നമസ്കാരം. എന്തുണ്ട്, പെട്ടെന്ന് അപ്രതീക്ഷിതമായി കിട്ടിയതാണ് ഈ ഡെപ്യൂട്ടി മേയർ പദവി എന്ന് മാഡം തന്നെ പറഞ്ഞു. എന്ത് തോന്നുന്നു ഇപ്പോൾ ഈ ഡെപ്യൂട്ടി മേയറായി വരുന്നു? ഡെപ്യൂട്ടി മേയർ എന്ന് പേര് വെച്ച കാറിൽ യാത്ര ചെയ്യുന്നു. അതൊക്കെ വലിയ അഭിമാനമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന, ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ കൂടുതലുള്ള ഒരു പദവിയാണ്. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ കയറി 2 ദിവസമായി ഉണ്ടെങ്കിൽ നിരവധിയായിട്ടുള്ള ഫയലുകൾ വരുന്നുണ്ട്. നിരവധി ആളുകൾ കാണാൻ വരുന്നുണ്ട്. 101 വാർഡുകളിലെയും ആളുകൾ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ കേട്ട് ഓരോ മേഖലയിലേക്കും ഇങ്ങനെ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്കൊന്നു കൂടുതൽ ആൾക്കാരെ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാനുള്ള, അതായത് ചിറയൻകീഴ് പോലൊരു നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചത് വലിയ എക്സ്പീരിയൻസ് ആയെന്ന് തോന്നുന്നു അല്ലേ? അതെ. അന്ന് മുൻ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ ഒരു വോട്ടിൽ വർധന വരുത്തുകയും ചെയ്തു BJPയെ സംബന്ധിച്ചിടത്തോളം. അന്ന് മുൻ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നു 17,000 മറ്റും വോട്ടായിരുന്നത് 31,000 വോട്ടാക്കുകയും ചെയ്തു. അപ്പോൾ അന്ന് അത്രയേറെ പേരെ കുറച്ച് സമയത്തിനുള്ളിൽ ക്യാമ്പയിൻ ചെയ്യുക, അവരുടെ അടുത്തേക്ക് പോവുക എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഇവിടെ ഗുണം ചെയ്യുന്നു. തീർച്ചയായിട്ടും അത് കാരണം എല്ലാ ജനങ്ങളെയും നമ്മൾ ഒരുപോലെ കണ്ട് അവരുടെ പ്രശ്നങ്ങൾ, സത്യം പറഞ്ഞാൽ നമുക്ക് അവരെ കേൾക്കാൻ തയ്യാറായി തന്നെ നമുക്ക് ഒരു 50% അവർക്കൊരു പോസിറ്റീവ് വൈബ്സ് കൊടുക്കാൻ സാധിക്കും. നമ്മൾ പലരും ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറാവാത്തതിൻ്റെ കാര്യം തന്നെയാണ് പല പ്രശ്നങ്ങൾക്കും കാരണം. ഇപ്പം നമ്മൾ ഓരോ ആളുകൾ നമ്മളെ വന്നിരുന്ന് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ പറഞ്ഞ് ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിരിക്കും. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മളെല്ലാം ഇരുന്ന് കേൾക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതൊരു പലരും നമ്മളോട് പറഞ്ഞു അത് നല്ലൊരു കാര്യമല്ല, പക്ഷേ മുമ്പിരുന്നവരൊന്നും കേൾക്കാൻ പോലും തയ്യാറാക്കാതെ പുറത്താക്കിയ സാഹചര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ 101 വാർഡാണ്. അതെ, 101 വാർഡിലെയും ജനങ്ങളെ എങ്ങനെ കോർഡിനേറ്റ് ചെയ്യും? ഇത്രയും വലിയൊരു ഏരിയയാണ്. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ സംവിധാനം ഉണ്ടാകുമോ? അതത് വാർഡിലെ കൗൺസിലേഴ്സ് തന്നെയാണ് ഫസ്റ്റ്. അപ്പോൾ ഓരോ വാർഡിലെയും ആളുകൾ ഫസ്റ്റ് കാണേണ്ടതും അവരുടെ പ്രശ്നങ്ങൾ പറയുന്നതും അവരുടെ കൗൺസിലർമാരെ തന്നെയാണ്. അവർ മുഖേനയായിരിക്കും നമ്മൾ വരുന്നത്. ചിലത് അവർക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അവർ ഡെപ്യൂട്ടി മേയറെയോ ഒക്കെ ആശ്രയിച്ച് വരാറുള്ളൂ. കഴിഞ്ഞ 10 വർഷത്തോളമായി പൊതുരംഗത്ത് സജീവമായിട്ടുണ്ട്. അതെ. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾക്ക്. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം ആളായി ആശാനാഥ് GSനെ ജനങ്ങൾ കാണുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. കാരണം നമ്മളൊക്കെ അപ്പോൾ പ്രതീക്ഷയും കൂടുതലായിരിക്കും അവർക്ക്. തീർച്ചയായിട്ടും. കാരണം നമ്മൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ മാത്രമേ ഒരു പാർട്ടിയുടെ, ഇപ്പോൾ BJP ആയിരിക്കാം, CPM ആയിരിക്കാം, കോൺഗ്രസ് ആയിരിക്കും, മറ്റു പാർട്ടികളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ മാത്രമേ രാഷ്ട്രീയം ഉണ്ടാകുള്ളൂ. അതിനുശേഷം ഏതൊരു ജനപ്രതിയും രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാവരും ഒരുപോലെ തന്നെ കണ്ടാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ 2 ടേമിലും കൗൺസിലറായിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് 3ാമത്തെ തവണ പുതിയൊരു വാർഡായിരുന്നിട്ട് പോലും എല്ലാ ജനങ്ങളും ഒരേപോലെ സ്വീകരിച്ചത്. രസതന്ത്രത്തിൽ ബിരുദധാരി. അതെ. ഇനിയിപ്പോൾ ധനകാര്യം ഹാൻഡിൽ ചെയ്യണം തിരുവനന്തപുരം കോർപ്പറേഷന്റെ. അതെ. എങ്ങനെ കാണുന്നു ഈ ചലഞ്ചിനെ? അതെ, വലിയ ചലഞ്ചാണ്. ഒരിക്കലും അതിനെ ഒരു നിസ്സാരമായിട്ട് കാണുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ വലിയൊരു ഉത്തരവാദിത്തമാണ്. തിരുവനന്തപുരം നഗരത്തെ മുഴുവൻ മാറ്റിമറിക്കുക, അല്ലെങ്കിൽ നല്ല വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരിക, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പദ്ധതികൾ കൊണ്ടുവരിക, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയായിട്ട്, ഒരു ഡെപ്യൂട്ടി മേയറായിട്ട് മാറുക എന്ന് തന്നെയാണ് ഉദ്ദേശം. അപ്പോൾ തീർച്ചയായിട്ടും അത് വലിയൊരു ചലഞ്ച് തന്നെയാണ്. അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ശ്രമിക്കും. BJP വികസിത ഭാരതം, വികസിത കേരളം, വികസിത തിരുവനന്തപുരം ഇങ്ങനെ ടാർഗറ്റ് വെച്ച് മുന്നോട്ട് പോകുന്നുണ്ട്.
ആശാനാഥ് ജി എസ് എന്ന പൊതുപ്രവർത്തക, വനിത, അമ്മ, ഈ ഒരു നിലയിൽ കാണുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് പ്രധാനമന്ത്രി ഒന്ന് പ്രഖ്യാപിക്കും തിരുവനന്തപുരം നഗരസഭയുടെ വികസന രേഖയൊക്കെ, അതെ. എങ്കിലും ആശാനാഥിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്തൊക്കെ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കണം എന്നാണ്? തീർച്ചയായിട്ടും ഞങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം നടന്നപ്പോൾ തന്നെ സൂചിപ്പിച്ചിരുന്നു. തിരുവനന്തപുരത്തെ ജനത ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രധാന 2 പ്രശ്നങ്ങളെന്ന് പറയുന്നത് തെരുവ് നായ്ക്കളുടെ വിഷയവും മാലിന്യവുമായി ബന്ധപ്പെട്ട വിഷയവും, അതുപോലെ ഇതൊക്കെ തന്നെയാണ് പ്രധാന വിഷയങ്ങൾ. അതുപോലെ തന്നെ വെള്ളക്കെട്ടിൻ്റെ വിഷയങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മൾ അവരോടൊക്കെ തന്നെ കൊടുത്ത ഉറപ്പാണ്, തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ പരിഹാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പലരും എന്നോട് ചോദിച്ചു, കാരണം ഒരു സ്ത്രീയാണ് ഡെപ്യൂട്ടി മേയർ, അപ്പോൾ സ്ത്രീകൾക്ക് ഉപകാരപ്പെടുന്ന പദ്ധതികൾ ഉണ്ടായിരിക്കുമോ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, സ്ത്രീകൾക്ക് ഉപകാരപ്പെടുന്ന പദ്ധതികൾ ഉണ്ടായിരിക്കും. കാരണം നിരവധിയായിട്ടുള്ള ഇപ്പോൾ സ്ത്രീകളൊക്കെ തന്നെ നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും കുറേ ആളുകൾ ഇപ്പോഴും അടുക്കളയിൽ തന്നെ കഴിയുന്ന ആളുകളുണ്ട്. പലർക്കും കാരണം ഇത്രത്തോളം തിരുവനന്തപുരം നഗരം, കേരളം, നമ്മുടെ ലോകം തന്നെ ഇത്രത്തോളം മാറി എന്നുള്ളത് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ നഗരത്തിൻ്റെ മാറ്റം കൊണ്ടുവരുന്നത് കാണാൻ സാധിക്കും. ഒരുപാട്, കാരണം വീട്ടിലിരിക്കുന്ന ഒരുപാട് അമ്മമാരൊക്കെ തന്നെ പുതിയ ഓൺടർപ്രണർ ആവണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ചെറുതായിട്ട് ചെറിയ ചെറിയ ബിസിനസ്സുകൾ തുടങ്ങണം, അപ്പോൾ നമുക്കതിന് സഹായം വേണം, നഗരസഭയിൽ നിന്ന് അതിനുള്ള പദ്ധതികൾ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വരുന്നുണ്ട്. സ്ത്രീ സൗഹൃദ നഗരമാക്കി മാറ്റണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വരുന്നുണ്ട്. അതുപോലെ നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല, കുട്ടികൾക്ക് വേണ്ടിയിട്ടുമുള്ള പ്രോജക്റ്റുകൾ വയ്ക്കുന്നുണ്ട്. വാർദ്ധക്യ വൃദ്ധരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടും ഒക്കെ തന്നെയല്ല, എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന നിരവധിയായിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവരണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ബഡ്ജറ്റിന് 2-3 മാസമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ജനങ്ങളും ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു ബഡ്ജറ്റ് ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. അപ്പോൾ അതിനോടുള്ള ചർച്ച ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ളൊരു അഭിപ്രായ ശേഖരിക്കുന്നത് ഇപ്പോൾ തന്നെ നടക്കുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും എല്ലാ കൗൺസിലർമാരിൽ നിന്നും നമ്മൾ 101 വാർഡിലെ ജനപ്രതിനിധികളിൽ നിന്നും അതിൻ്റെ, കാരണം നമ്മൾ ആരെയും ഒരാളോട് പാർഷ്വാലിറ്റി കാണിക്കാറില്ല. 101 വാർഡിലെ കൗൺസിലർമാർ നമുക്ക് ഒരുപോലെ തന്നെയാണ്. എല്ലാ വാർഡിലും ഒരേ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ കൊണ്ടുവരണം എന്ന് തന്നെയാണ് ആഗ്രഹം. അങ്ങനെ തന്നെ നടപ്പിലാക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ 101 ജനപ്രതിനിധികൾ ഒരുപോലെ കണ്ട് അവരവരുടെ വാർഡുകളിൽ എന്തൊക്കെയാണോ ആവശ്യങ്ങളെന്ന് കേട്ടറിഞ്ഞ് അവരുടെ സജഷൻസും ഒക്കെ തന്നെ സ്വീകരിച്ചുകൊണ്ടായിരിക്കും ഈ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. തീർച്ചയായിട്ടും അതിൽ ചില കാര്യങ്ങൾ, ഇപ്പോൾ ഭിന്നശേഷി സൗഹൃദമാകണം നമ്മുടെ നഗരം എന്ന് പലരും പറയാറുണ്ട്. ആണ് എന്ന് ചില മന്ത്രിമാരൊക്കെ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നേതാക്കൾ പറയുന്നുണ്ടെങ്കിൽ തന്നെയും അല്ല. പലപ്പോഴും പല സ്ഥലത്തും ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണെങ്കിൽ തന്നെയും, നമ്മുടെ പൊതുഗതാഗത സംവിധാനത്തിലെ ബസ്സുകളാണെങ്കിൽ തന്നെയും പലപ്പോഴും ഈ ഭിന്നശേഷി സൗഹൃദമാകാറില്ല. അതുപോലെ തന്നെ സ്ത്രീകൾ, നമുക്കറിയാം, വീടുകളിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അവർ തിരികെ എത്തുന്നത് വരെ ശൗചാലയങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം നമ്മുടെ ഈ പ്രബുദ്ധ കേരളത്തിലുണ്ട്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടാവും. തീർച്ചയായിട്ടും ഇത് മനസ്സിലുണ്ടെന്ന് മാത്രമല്ല, നിരവധിയായിട്ട് സജഷൻസ് നമ്മൾ പല ആളുകളിൽ നിന്ന് എടുത്തപ്പോൾ, നമ്മൾ തെരഞ്ഞെടുപ്പിന് പോയപ്പോൾ പല അസോസിയേഷൻ്റെ ആളുകളുമായിട്ട് മീറ്റിംഗ് ഇരുന്നപ്പോൾ ഒക്കെ തന്നെ വന്ന സജഷൻസിൽ പ്രധാനപ്പെട്ട 2 ഇത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിക്കാൻ തന്നെ ശ്രമിക്കും. ഒന്ന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ആധുനിക സാങ്കേതിക വിദ്യ വളരെ സ്മാർട്ടായി ഉപയോഗിക്കുന്ന ഒരു ഭരണാധികാരിയാണ്. അതേ പാത തിരുവനന്തപുരം നഗരസഭയിൽ നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും തിരുവനന്തപുരം നഗരസഭ നിങ്ങൾ വരുന്ന ബഡ്ജറ്റിൽ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെയധികം നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റം തിരുവനന്തപുരം നഗരത്തിൽ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ബഡ്ജറ്റ് ആയിരിക്കും. അതിന് നിങ്ങൾക്ക് കുറച്ച് നാളുകൾ വെയിറ്റ് ചെയ്യാം. ഈ സോഷ്യൽ മീഡിയ വളരെ നന്നായി ഉപയോഗിക്കുന്ന ആളാണ് ആശാനാഥ് ജി എസ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒട്ടേറെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ആശാനാഥ് ജി എസ്, ആശാനാഥ്, ഇങ്ങനെയൊക്കെ പല പേരുകളിലായിട്ട് വളരെ സജീവമായ പ്രശ്നങ്ങൾ ഇടപെടാറും ഉണ്ട്. എങ്ങനെയാണ് ഈ PR ഒക്കെ നോക്കുന്നത്? എനിക്ക് ആശാനാഥ് ജി എസ് എന്നൊരു ഫേസ്ബുക്ക് പേജും ഒരു അക്കൗണ്ടുമാണ് ഉള്ളത്. അത്രേ ഉള്ളൂ. അതെ, ബാക്കി പലതും ഇത് 2 പേജ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ സെയിം ആശാനാഥ് ജി എസ്, ഇതിലും ട്വിറ്ററിലും മീൻസ് എക്സിലുമുണ്ട്. ഇത്രയും ആണ് എൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ട്സ്. അല്ലാതെ വേറൊന്നും എൻ്റെ പേരിലില്ല. പക്ഷെ ഒരുപാട് പേര്, കാരണം നമ്മൾ ചെയ്തിട്ടുള്ള ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ 2015 ഒരു തെരഞ്ഞെടുപ്പിൽ ഫസ്റ്റ് പാപ്പനംകോട് എന്ന വാർഡിൽ എൻ്റെ മാമനായിരുന്നു അവിടുത്തെ കൗൺസിലറായിട്ട് ജയിച്ചു വന്നത്. ഒരു മരണപ്പെട്ട ശേഷം 2014 ബൈ ഇലക്ഷൻ വന്നപ്പോഴാണ് ഞാൻ മത്സരിച്ച് ജയിക്കുന്നത്. അപ്പം മുതൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ അന്നുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ കാരണം നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളല്ല അപ്ഡേറ്റ് ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അന്നു തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, ചെയ്തിട്ടുണ്ട്. അത്
നമ്മൾ ചെയ്ത് മറ്റുള്ളവർ അറിയണമെന്ന് ഉദ്ദേശിച്ച് തന്നെയാണ്. കാരണം നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് ചോദ്യം വരരുത്. കാരണം നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ഫേസ്ബുക്ക് ആദ്യം തുടങ്ങിയത്. ഫേസ്ബുക്ക് വഴിയാണ് ഓരോ കാര്യങ്ങളും ഫസ്റ്റ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീടാണ് അത് ഇൻസ്റ്റയിലോട്ടും ഒക്കെ തന്നെ പോയത്. അപ്പോൾ അത് തന്നെ ഫസ്റ്റ് തന്നെ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വന്നതുകൊണ്ട് തന്നെ നല്ല പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു. ഒരുപാട് ആളുകൾ പറയുന്നു ഇത്രയും കാര്യങ്ങൾ തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ട്, അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരത്തിൽ ഇത്രയധികം പദ്ധതികളുണ്ട് എന്നൊക്കെ തന്നെ നമ്മൾ അറിയുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോഴാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്ത് തുടങ്ങിയ ശേഷം പല കൗൺസിലർമാരും പലതും ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് ഇതേപോലെ ചെയ്യാൻ തുടങ്ങി. അവർക്ക് നല്ല രീതിയിലുള്ള റെസ്പോൺസ് കിട്ടി. അതിനുശേഷം ഞാൻ നാളിതുവരെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി കുറച്ച് ബിസി ഷെഡ്യൂൾ ആയതുകൊണ്ട് മാത്രം കുറച്ച് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷെ തീർച്ചയായിട്ടും അതിൻ്റെ ഈ ഷെഡ്യൂൾ കഴിഞ്ഞ ശേഷം തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് അറിയേണ്ട പദ്ധതികളായാലും ഒക്കെ തന്നെ തിരുവനന്തപുരം നഗരസഭയിൽ പ്രാവർത്തികമാക്കേണ്ട പദ്ധതികൾ, ജനകീയാസൂത്രണ പദ്ധതികളൊക്കെ തന്നെ കൃത്യമായിട്ട് നവമാധ്യമങ്ങളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ജനങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാനും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ തോന്നുന്നു. തീർച്ചയായിട്ടും ഒഫീഷ്യൽ അക്കൗണ്ടിലേക്ക് അല്ലേ? അപ്പോൾ ഇപ്പോൾ കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഭരണസമിതി അധികാരമേറ്റതിന് ശേഷം. അതിൽ ഈ കെട്ടിട വാടക സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ വളരെ വലിയ ചർച്ചയായിട്ടുമുണ്ട്. ആദ്യം എല്ലാവരും കരുതിയത് ശ്രീലേഖ മാഡം എന്തിനിപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അതിപ്പോൾ ആവശ്യമില്ലായിരുന്നു. പക്ഷേ മേയർ അത് വളരെ കൃത്യമായി ഹാൻഡിൽ ചെയ്തു. വളരെ സൗഹൃദ സംഭാഷണത്തിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനുശേഷം സംഭവം മാറുന്നതാണ് കാണുന്നത്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അതെ, തീർച്ചയായിട്ടും നമുക്ക് അറിയാവുന്ന പോലെ തന്നെ മാഡം വളരെ പൊളൈറ്റായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഈ മുൻ കൗൺസിലറായിട്ടുള്ള മധുസൂദൻ അവർകൾ അവിടെ ഇരുന്ന് പറഞ്ഞു. കാരണം പുള്ളിക്കാരൻ കൗൺസിലർ ആയിരുന്നപ്പോൾ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പ്രവർത്തിക്കാൻ ഒരു ഓഫീസ് കെട്ടിടം പോലും ഇല്ലാത്തൊരു സാഹചര്യമാണ്. ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ വണ്ടിയാണ് ഞാൻ ഓഫീസായിട്ട് കൊണ്ട് നടക്കുന്നത്. എനിക്ക് ജനങ്ങളുടെ ഫയലുകളോ സൂക്ഷിക്കാൻ പോലും സ്ഥലമില്ലാത്തൊരവസ്ഥയാണ്. ഞാൻ എൻ്റെ ഓഫീസിൻ്റെ ബാത്റൂമിൽ തന്നെയാണിത്. നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അതിൽ അങ്ങനെയാണ് സൂക്ഷിക്കുന്നത്. പല ആവർത്തി നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല എന്ന് ഈ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ ശ്രീലേഖ മാഡം അവിടെ നമ്മുടെ MLA ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ തന്നെ ഏതോ ഒരു ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഷയം. അതിന് മുമ്പ് തന്നെ നമുക്ക് കൗൺസിലർമാർക്കൊക്കെ ഈ വിഷയം അറിയാമായിരുന്നു. പക്ഷേ അതൊരു എന്തായാലും ഒരു കൗൺസിലറായിട്ട് തെരഞ്ഞെടുത്ത് വന്നു കഴിഞ്ഞ ശേഷം ഒരു ഓഫീസ് വേണമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഞാനായാലും ഏത് കൗൺസിലറായാലും ഓഫീസ് സ്വന്തമായിട്ട് നമ്മുടെ വാർഡിൽ നമുക്ക് പരിചയമുള്ള സ്ഥലം, നമുക്കൊരു വാർഡ് ഓഫീസ് അനുവദിച്ചിട്ടുണ്ട് എങ്കിൽ അത് തന്നെയാണ് നമ്മുടെ ഓഫീസ്. നമുക്ക് വേറൊരു വാർഡിൽ പോയിട്ട് നമുക്ക് ഓഫീസ് എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു ഓഫീസ് അല്ലെങ്കിൽ വേറൊരു കെട്ടിടം എടുത്ത് അതിനൊരു വാടക അനുവദിച്ച് വരാൻ കുറച്ച് താമസം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വാർഡ് ഓഫീസ് ഉള്ളപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഓഫീസ്. മുമ്പ് അവിടുത്തെ കൗൺസിലറായിരുന്ന ബിന്ദു മേനൻ അതായിരുന്നു വാർഡ് ഓഫീസായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നീടാണ് നമ്മുടെ MLA ആ ഓഫീസ് എടുത്തത്. പക്ഷെ എനിക്ക് ഭയങ്കര അതിശയമായിട്ട് തോന്നിയത് MLA തൊട്ടടുത്ത് ഉണ്ടായിരുന്നിട്ടും ഒരു കൗൺസിലറുടെ ഓഫീസ് ഇത്രയും ഇങ്ങനെ ഒരു പ്രവർത്തിക്കുന്നത് കണ്ടിട്ടും ഒരു മനസാക്ഷിയും തോന്നിയില്ല എന്ന് തോന്നി എനിക്ക്. കാരണം ഇത്രയും ഫയൽസ് ജനങ്ങളുടെ ഫയൽസാണ്. മധുസൂദനൻ കൗൺസിലറുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള ഫയൽസ് അല്ല അവിടെ ഇരുന്നത്. പാവപ്പെട്ട ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന ഫയൽസാണ് അവിടെ ബാത്റൂമിന്റെ ഭാഗത്തിരുന്നത്. എന്നിട്ടും അത് MLAക്ക് അത് കണ്ടിട്ടൊന്നും തോന്നിയില്ല എന്നൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. ഇത്രയും നാളുകളായിട്ട് അത് മാറ്റിക്കൊടുക്കണം, അല്ലെങ്കിൽ MLAക്ക് പറയാം എൻ്റെ ഓഫീസിൽ അത് സൂക്ഷിക്കാം എന്ന് പറയാമായിരുന്നു. അതുപോലും ചെയ്തില്ല. എന്നിട്ട് സൗഹൃദപരമായിട്ട് നമ്മുടെ അവിടുത്തെ കൗൺസിലറായിട്ടുള്ള ശ്രീലേഖ മാഡം ചോദിച്ചപ്പോൾ മാഡം സൗഹൃദമായിട്ട് ചോദിച്ചതിന് അത് ഫസ്റ്റ് നമുക്കറിയാം ഇത് ഒരുപാട് വെല്ലുവിളികൾ നേടുന്ന ഒരു ഭരണം തന്നെയായിരിക്കും, നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ ആദ്യമേ തന്നെ പ്രശ്നം ഉണ്ടാക്കുക എന്ന രീതിയിലാണ് ഈ ഒരു ചെറിയൊരു സൗഹൃദ സംഭാഷണത്തിന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കാൻ പോയത്. അവസാനം പ്രശ്നം അവരിലോട്ട് തന്നെ തിരിച്ചുപോയി എന്ന രീതിയിൽ. ഇനിയിപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഈ ശബരിമല വിഷയം, അതിന് പിന്നാലെ ഇത്തരത്തിലുള്ളൊരു വിഷയം, ഇതൊക്കെ ഇപ്പോൾ രാഷ്ട്രീയമായി ഹാൻഡിൽ ചെയ്യേണ്ട കാര്യങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ജനം ചർച്ച ചെയ്യുന്നൊരു വിഷയമായി മാറിയെന്ന് തോന്നുന്നു. അതിലേക്ക് വരുമ്പോൾ ഞാനൊന്ന് ചോദിച്ചോട്ടെ. അതായത് 2016 പാപ്പനക്കോട് വാർഡിൽ നിന്ന് വിജയിക്കുന്നു. അടുത്ത തിരഞ്ഞെടുപ്പിലും ആ വിജയം ആവർത്തിക്കുന്നു. വീണ്ടും ഇപ്പോൾ വിജയിച്ചത് പക്ഷേ കരുമം വാർഡിൽ നിന്നാണ്. ഡീലിമിറ്റേഷൻ വന്നപ്പോൾ വാർഡിൻ്റെ പേര് മാറുന്നു, അതിർത്തികളൊക്കെ മാറ്റി വരയ്ക്കപ്പെടുന്നു. ഇതിനു മുൻപ് കണക്കെടുത്തപ്പോൾ 67 വാർഡുകളിൽ BJPക്ക് ആധിപത്യമുണ്ട് എന്ന് തെളിഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഡീലിമിറ്റേഷൻ വരുന്നത്. ഡീലിമിറ്റേഷന് ശേഷം ഈ കരുമം വാർഡ് CPMന് വളരെ ശക്തമായ ഒരു സാന്നിധ്യമുള്ള വാർഡാണ്.
എന്നിട്ടും അവിടെ വിജയിച്ച് കയറാൻ സാധിച്ചു. തീർച്ചയായിട്ടും എനിക്കിത് അവിടുത്തെ ഓരോ ജനങ്ങളോടുമാണ് നന്ദി പറയേണ്ടത്. കാരണം അവരെന്നിൽ വിശ്വാസം അർപ്പിച്ചത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്രയും ഭൂരിപക്ഷം കിട്ടാൻ സാധിച്ചത്. കാരണം ഞാൻ ഓരോ പുതിയ വാർഡായതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് പോകുമ്പോൾ ഒരു ഇതുണ്ടായിരിക്കുമല്ലോ, എന്നെ അറിയാവൂ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ വർക്കിന് ഇറങ്ങിയപ്പോൾ തന്നെ ഓരോ ആളുകളും ഇങ്ങോട്ട് പറഞ്ഞു, നമുക്കറിയാം ആശ എന്ന വ്യക്തി നമുക്കറിയാം, കാരണം കഴിഞ്ഞ ഇത്രയും വർഷം പാപ്പനംകോട് വാർഡിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് തീർച്ചയായും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഞങ്ങൾ ഇത്രയും നാൾ വേറെ പാർട്ടിക്കാണ് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങൾ വിശ്വസിക്കുന്ന വേറെ പാർട്ടിയാണെങ്കിൽ പോലും ഞങ്ങൾ ഇപ്രാവശ്യം ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. കാരണം അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഭൂരിപക്ഷം എനിക്ക് കിട്ടിയത്. മറ്റു പാർട്ടികൾ വിശ്വസിച്ചിരുന്നവർ അല്ലെങ്കിൽ മറ്റു പാർട്ടികൾ വോട്ട് ചെയ്തിരുന്നവർ, അവർക്ക് പല കാര്യങ്ങളും പറഞ്ഞിട്ട് സാധിക്കാത്തവർ, അവരൊക്കെ തന്നെ ഇപ്രാവശ്യം വിശ്വസിച്ച് BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, കാരണം തീർച്ചയായിട്ടും അവർക്ക് വിശ്വാസമുണ്ട് BJPയുടെ ഒരു ജനപ്രതി വന്നാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു കൊടുക്കും എന്നതിൻ്റെ വിശ്വാസത്തിന് മേലാണ് അവിടുത്തെ കരിമത്തിലെ ഓരോ ആളുകളും എനിക്ക് വോട്ട് ചെയ്തത്. ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ കൂടുതൽ CPMൻ്റേതായിട്ടുള്ള ആളുകൾ ഉള്ള വാർഡ് തന്നെയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും BJPയുടെ ആളുകൾ മാത്രം വോട്ട് ചെയ്തുകൊണ്ട് ഇത്രയും ഭൂരിപക്ഷം കിട്ടില്ല. എല്ലാവരും, അതൊരു രാഷ്ട്രീയം നോക്കാതെ തന്നെ എല്ലാവരും വോട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്രയും ഭൂരിപക്ഷം കിട്ടിയത്. തീർച്ചയായിട്ടും ആ വിശ്വാസം ഞാൻ കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യും. ഇത് വലിയൊരു ചുവടുവയ്പ്പാണ്. തിരുവനന്തപുരം നഗരസഭയിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഇത്തരമൊരു നേട്ടം BJP കൈവരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ചരിത്രത്തിൽ ആദ്യമായി എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് വേറെ വാക്ക് ആവശ്യമില്ല. അപ്പോൾ പിന്നെ ഈ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് മിഷൻ 2026 മുന്നോട്ട് പോവുകയാണ് BJP. തീർച്ചയായിട്ടും അതിലേക്ക് ഇത് വലിയൊരു ചുവടുവയ്പ്പ് തന്നെയല്ലേ? തീർച്ചയായിട്ടും മിഷൻ 2026 ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ തിരുവനന്തപുരം നഗരസഭയ്ക്കുള്ളിൽ 4 നിയോജക മണ്ഡലമാണ് വരുന്നത്. ഈ 4 നിയോജക മണ്ഡലത്തിലും തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ MLA വരും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഇപ്പോഴത്തെ നമ്മുടെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വെറും ഒരു സെമി ഫൈനൽ മാത്രമാണ്. നമ്മൾ ഫൈനൽസിലേക്ക് കടക്കാൻ പോകുന്നതിൽ ഈ ഫൈനൽസിൽ നമ്മൾ എന്തായാലും കപ്പടിക്കും, യാതൊരു സംശയമില്ല. ഈ ആത്മവിശ്വാസം തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമാണ്. BJP ഇതിനു മുമ്പ് തെളിയിച്ചിട്ടുണ്ട്. കേരളത്തിന് പുറത്ത് പലയിടത്തും ഇത്തരത്തിൽ ആദ്യമായി കടന്നു ചെല്ലുന്നു, പിന്നീട് അവിടെ തുടർ വിജയങ്ങൾ നേടുന്നു. അപ്പോൾ അത് തന്നെ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുമെന്നുള്ള ഈ ഒരു ആത്മവിശ്വാസത്തിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് തയ്യാറെടുപ്പ്, എന്തൊക്കെയാണ് കരുത്ത്? തീർച്ചയായിട്ടും ഈ ഒരു തെരഞ്ഞെടുപ്പിന് റിസൾട്ട് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ആത്മവിശ്വാസം നമ്മളിലുള്ളത്. കാരണം ജനങ്ങൾ ഒരുപാട് മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അത് നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി. അവർക്ക് എല്ലാവരോടും പറയാനുള്ളത് ഈ വോട്ടിലൂടെ അവർ തെളിയിച്ചു. തീർച്ചയായിട്ടും നമുക്ക് ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിക്കും എന്നുള്ള യാതൊരു സംശയമില്ല. കാരണം അവർ ആഗ്രഹിക്കുന്നത് വികസനമാണ്. നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത് വികസന അനന്തപുര ലക്ഷ്യമാക്കി തന്നെയാണ് നമ്മൾ വരാൻ പോകുന്നത്. നമ്മുടെ തിരുവനന്തപുരം നഗരസഭയിൽ അടിപൊളി മാറ്റങ്ങൾ കൊണ്ടുവരാൻ, എല്ലാ പേരിലും ഒരേ തരത്തിലുള്ള വികസനം എത്തിക്കുക എന്ന് തന്നെയാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് തീർച്ചയായും ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ വിശ്വാസം. കാരണം BJPക്ക് വോട്ട് വർദ്ധിക്കും. മാത്രമല്ല ഈ വരുന്ന തിരുവനന്തപുരത്തെ 4 നിയോജക മണ്ഡലങ്ങൾ നമ്മളുടെ ഭരണത്തിൽ വരും. നമ്മൾ തന്നെയായിരിക്കും, നമ്മുടെ MLA തന്നെയായിരിക്കും വരിക എന്നുള്ളതിൽ നമുക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. കാരണം ജനങ്ങൾ നമ്മളോട് ഇങ്ങോട്ട് പറയുന്നുണ്ട്, ഇപ്രാവശ്യം ഞങ്ങൾ എന്തായാലും നിങ്ങൾക്ക് വോട്ട് ചെയ്ത് നിങ്ങൾ വരണം, ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ മറ്റൊരു എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രി വരുന്നു എന്നുള്ളതാണ്. റിസൾട്ടിന് ശേഷം 45 ദിവസം അതിനകത്ത് പ്രധാനമന്ത്രി വരുന്നു, തിരുവനന്തപുരത്തിന്റെ വികസന രേഖ വായിക്കുന്നു. തീർച്ചയായിട്ടും അത് ചില്ലറ കാര്യമായിരിക്കില്ല. ഒരു പ്രധാനമന്ത്രി ഒന്ന് വായിക്കാൻ തക്ക ഒരു വികസന രേഖയാണെങ്കിൽ അതിനനുസരിച്ച് തയ്യാറാക്കും. എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അതൊരു സർപ്രൈസ് ആയിട്ട് നിൽക്കുന്നതല്ലേ നല്ലത്. എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മാറ്റം കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കും. മാറ്റം ഉറപ്പാണ്. തീർച്ചയായും ഉറപ്പായിട്ടും. മാറാത്തതും മാറും തീർച്ചയായിട്ടും. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാവരിൽ നിന്നും സജഷൻസ് എടുക്കുന്നുണ്ട്. എല്ലാ റെസിഡൻസ് അസോസിയേഷനിൽ നിന്നും സജഷൻസ് എടുക്കുന്നുണ്ട്. എല്ലാ വാർഡ് വൈസും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു മാറ്റം, എല്ലാവരും ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന നിരവധി പ്രോജക്റ്റുകളുമായിട്ട് തന്നെ നമ്മുടെ പ്രധാനമന്ത്രി വന്ന് നമ്മുടെ തിരുവനന്തപുരം നഗരത്തിന്റെ ബ്ലൂ പ്രിന്റ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഹൈ സ്പീഡിലായിട്ടുണ്ടോ കേരളത്തിലെ BJPയുടെ യാത്ര? അല്ല, ഇപ്പോൾ ജനങ്ങൾക്കും ഒരുപാട് പ്രതീക്ഷയുണ്ട്. നമ്മൾ തിരുവനന്തപുരം നഗരസഭ പിടിച്ചപ്പോൾ തന്നെ ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷ അർപ്പിക്കുകയാണ്. കാരണം പലരും പറഞ്ഞു തിരുവനന്തപുരം നഗരസഭ BJP ഭരിക്കുമെന്ന് പറഞ്ഞു. പല ആളുകളും സോഷ്യൽ മീഡിയയിലും ഒക്കെ തന്നെ, നമ്മളെ കഴിഞ്ഞ ടേമിലെ കൗൺസിലർമാരും ഒക്കെ തന്നെ ചെയർപേഴ്സൺമാരും ആയാലും അധ്യക്ഷ പദവിയിലിരിക്കുന്നവർ പോലും കളിയാക്കിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർക്കൊന്നും
വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യമായിട്ട് നമ്മൾ മാറി എന്ന രീതിയിലാണ്. ഇപ്പോൾ അവർ എന്തുകൊണ്ട് തോൽവി എന്ന രീതിയിൽ പഠനം നടത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് എത്തി. അവർക്ക് തന്നെ മനസ്സിലാകുന്നില്ല ജനങ്ങൾ എന്തുകൊണ്ട് മാറി എന്ന രീതിയിൽ. കാരണം കഴിഞ്ഞ 45 വർഷമായിട്ട് ഇവിടെ തുടർഭരണമാണ്. ഇപ്പോഴും നമ്മുടെ നഗരസഭയിലെത്തും പലർക്കും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് അവർ. ഈ തിരുവനന്തപുരം നഗരസഭയിൽ ഞാൻ ചോദിച്ചോട്ടെ, കാരണം നമ്മളൊക്കെ ഇവിടെ തൊട്ടടുത്ത് പേട്ടയുടെ തൊട്ടടുത്ത് കണ്ണമൂല എന്ന സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ മൂക്ക് പൊത്താതെ നടക്കാൻ സാധിക്കില്ല. വളരെ ശക്തമായ ദുർഗന്ധം ഇങ്ങനെ വമിക്കുന്ന സ്ഥലമുണ്ട്. ഓട്ടോറിക്ഷയിൽ വാഹനങ്ങളിൽ പോകുമ്പോൾ പോലും വലിയ വിഷയമാണ്. അപ്പോൾ അവിടെ ജീവിക്കുന്നവരുടെ കാര്യം ചിന്തിക്കാൻ സാധിക്കില്ല. ശക്തമായ നടപടി എത്രയും പെട്ടെന്ന് ഉണ്ടാകും. തീർച്ചയായിട്ടും ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ഞങ്ങളുടെ പ്രധാനപ്പെട്ട 2 വിഷയങ്ങൾ നമ്മൾ ഇടപെടുന്ന തെരുവുനായ്ക്കളുടെ വിഷയവും മാലിന്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയായിരിക്കും. അതിന് തന്നെ ഫസ്റ്റ് നടപടി എന്തായാലും ഉണ്ടാകും. കഴിഞ്ഞ തവണത്തെ കൗൺസിലുണ്ടായിരുന്നു, പ്രതിപക്ഷത്തായിരുന്നു. അതെ. അതിനു മുൻപും അങ്ങനെ തന്നെ ആയിരുന്നു. ഈ കാലയളവിനുള്ളിൽ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഭരണത്തെ വീക്ഷിക്കുമ്പോൾ ഒട്ടേറെ അനുഭവങ്ങൾ ഉണ്ടാകും. എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? കഴിഞ്ഞ കാലത്തെ ഭരണത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കഴിഞ്ഞ കാലത്തെ ഭരണം എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാം. കഴിഞ്ഞ 5 വർഷത്തെ പറയുവാണെങ്കിൽ 5 വർഷം ഇത്രയും നമുക്കറിയാം. തുടക്കത്തിൽ തന്നെ അഴിമതിയുടെ പേരിൽ, ആറ്റുകാൽ പൊങ്കാലയുടെ അഴിമതിയുടെ പേരിൽ തുടങ്ങിയതാണ്. 5 വർഷവും നമ്മൾ ഒരിക്കലും കേട്ടുകേൾവി പോലും ഇല്ലാത്ത അഴിമതി കഥകൾ അതിനകത്തുണ്ടായിരുന്നു. അതിപ്പോഴും അത് കാരണം ബാക്കി പുറത്തുവിടാൻ പോകുന്നതേ ഉള്ളൂ. ഇനിയാണ് അതിൻ്റെ ഓരോ ഭാഗത്തു നിന്നും ഓരോ നമ്മളെ ഫയലുകൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി നമുക്ക് പുറത്തറിയാം. ബാക്കി ഇനി എന്തൊക്കെയാണ് അവിടെ നടന്നിട്ടുള്ളത്. വാഹനങ്ങളുടെ പേരിലും മറ്റു പല രീതിയിലും നിരവധിയായിട്ടുള്ള അഴിമതികൾ നടക്കുന്നുണ്ട്. അതൊക്കെ ഇനി പുറത്തു വരുമ്പോൾ അറിയാം തിരുവനന്തപുരം നഗരസഭ. തീർച്ചയായിട്ടും. കാരണം അത് നമ്മൾ ഓരോ ഫയലുകളും പരിശോധിക്കുമ്പോഴല്ലേ നമുക്കറിയാൻ സാധിക്കുള്ളൂ. പലതും അവർ ഫയൽ കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് പലതും പൂഴ്ത്തി വെച്ചിട്ടും സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കില്ല. വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും പുറത്തുവിടും. അപ്പോൾ അത്രയ്ക്ക് വളരെ ഇത്രയും തിരുവനന്തപുരം നഗരസഭയിൽ നടന്നിട്ടുള്ള പോലെ അഴിമതി ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും നടന്നിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ നല്ലൊരു മാറ്റം വരണം. അതിൻ്റെ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ നമ്മൾ അന്ന് കണ്ടിരുന്നു. അതായത് BJPയുടെ NDAയുടെ സമരമുഖങ്ങളിലെല്ലാം ആശാനാഥ് ഉണ്ടായിരുന്നു. അതെ. സാധാരണഗതിയിൽ നേതാക്കളൊക്കെ സമരത്തിന് സമയം വരുമ്പോൾ മാറിയിരിക്കുകയാണ്. അണികൾ സമരം ചെയ്യുന്നു, അണികൾ മുന്നിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. ആശാനാഥ് എപ്പോഴും ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റുള്ള ആളാണല്ലേ? അതെ, ഫൈറ്റിംഗ് സ്പിരിറ്റ് എന്നല്ല, ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് സമരം ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ വീട്ടിലെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടോ ഒന്നിനുമല്ല സമരം ചെയ്യുന്നത്. ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സമരം ചെയ്തിട്ടുള്ളത്. അത് തിരുവനന്തപുരം നഗരസഭയിലെ കൗൺസിലറായിരിക്കുമ്പോൾ മാത്രമല്ല, യുവമോർച്ചയിൽ ഇരുന്നപ്പോഴും, യുവമോർച്ചയുടെ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി എന്ന രീതിയിൽ ഇരുന്നപ്പോഴും ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സമരം ചെയ്തിട്ടുള്ളത്. പിൻവാതിൽ നിയമനം, അങ്ങനെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സമരത്തിൽ ഇരുന്നിട്ട്. ഏകദേശം 50-ലധികം കേസുകളുണ്ട് ഇപ്പം എൻ്റെ പേരിൽ. ഓക്കെ, 50-ലധികം കേസുണ്ട്. ഈ വിവാദങ്ങളൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴും ഒരു കുടുംബമുണ്ട്. അതെ. ഒരു കുഞ്ഞ് 2 വയസ്സായി. ചിലരൊക്കെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഓഫീസിലേക്ക് പോകാറുണ്ട്, പൊതുവെ വേദികളിലൊക്കെ പ്രത്യക്ഷപ്പെടാറുണ്ട്. പക്ഷേ ആശാനാഥിൻ്റെ കുടുംബത്തെക്കുറിച്ച് നമുക്ക് ഒന്നും അറിയില്ല. എൻ്റെ കുടുംബം, ഹസ്ബൻഡ് ശിവകുമാർ എന്നാണ് പേര്. പുള്ളി വിഴിഞ്ഞത്ത് വർക്ക് ചെയ്യാണ്, പ്രൈവറ്റ് ഫാമിൽ. അതുപോലെ എൻ്റെ 2 മക്കളുണ്ട്, മോനും മോളും. മോൻ അദ്വൈത് ശിവ 8ൽ പഠിക്കുന്നു. മോള് ആദ്വിക ശിവ 2.5 വയസ്സാണ്. പിന്നെ അമ്മ, അച്ഛൻ പോലീസിലായിരുന്നു, റിട്ടയർഡായി. പിന്നെ അമ്മ വീട്ടിൽ തന്നെയാണ്, എല്ലാ കാര്യങ്ങളും നോക്കുന്ന അമ്മയാണ്. അമ്മ ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇവിടെ വന്നിരിക്കുന്നത്. കാരണം എൻ്റെ കുഞ്ഞ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ 2.5 വയസ്സായ മോളെ ചിലപ്പോൾ രാവിലെ ഇറങ്ങുമ്പോൾ അവൾ ഉറങ്ങിക്കിടക്കുമായിരിക്കും. തിരിച്ച് ഞാൻ രാത്രി അവൾ ഉറങ്ങാൻ പോകുമ്പോഴായിരിക്കും വീട്ടിൽ കയറുന്നത്. അപ്പോൾ അത്രയ്ക്ക് എൻ്റെ മക്കളെ ഫുൾ നോക്കുന്ന എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ ഹസ്ബൻഡും ഒക്കെ തന്നെയാണ്. അപ്പോൾ അത്രയ്ക്ക് ഫാമിലി ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ എൻ്റെ അനിയനുണ്ട്, അനിയൻ അരുണാഥ് GS മിലിറ്ററിയിലാണ്. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടുകുടുംബമാണ്. വേറൊരു പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ, ഈ പൊളിറ്റിക്കൽ ലൈഫ് എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത്ര എളുപ്പമല്ല. ലൈംലൈറ്റിൽ ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടമാണ്, പ്രിയങ്കരിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യം സാക്രിഫൈസ് ചെയ്യേണ്ടി വരും അല്ലേ? അന്ന് 2016 പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ, ആക്റ്റീവ് പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ, SI ടെസ്റ്റ് എഴുതി റാങ്ക് ലിസ്റ്റിലുണ്ട്, ഫിസിക്കൽ ടെസ്റ്റിലേക്ക് തയ്യാറെടുക്കുന്ന സമയത്താണ് തെരഞ്ഞെടുപ്പിലേക്ക് വന്നത്. അന്ന് ഏതെങ്കിലും തരത്തിലൊരു ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ? ഇതൊരു നല്ലൊരു കരിയറാണ്, അച്ഛൻ്റെ പാത പിന്തുടർന്ന് പോകണമോ അതോ പൊളിറ്റിക്സിലേക്ക് പോകണോ എന്ന ഏതെങ്കിലും തരത്തിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ? എനിക്ക് ഫസ്റ്റ് കിട്ടുന്നത് CSF SI ആയിട്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ആ സമയത്ത് എനിക്ക് എൻ്റെ മാരേജ് കഴിഞ്ഞ സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ചില
പ്രശ്നങ്ങൾ കാരണം പോകാൻ സാധിച്ചില്ല. പിന്നീട് നമ്മൾ സെക്രട്ടറി അസിസ്റ്റന്റ് ലിസ്റ്റിലൊക്കെയാണ് ഉണ്ടായിരുന്നത്, സബ് ഇൻസ്പെക്ടർ ലിസ്റ്റിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ പല ആം, സാഹചര്യങ്ങൾ കാരണം പോകാൻ സാധിച്ചില്ല. ആദ്യമൊക്കെ വിഷമം ഉണ്ടായിരുന്നു, കാരണം ഞാൻ നേരത്തെയും സൂചിപ്പിച്ചു, പൊളിറ്റിക്സിൽ വരുന്ന സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് എൻ്റെ അമ്മാവൻ മത്സരിച്ചപ്പോഴാണ്, കൂടെ വർക്ക് ചെയ്ത് അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കൗൺസിലർ എന്ന പദവി ഞാനൊരു ബൈ ഇലക്ഷൻ കൂടി വന്നപ്പോൾ ബാക്കി, കാരണം എനിക്ക് മുമ്പ് തിരഞ്ഞെടുത്ത 34 കൗൺസിലർമാരും നേരത്തെ ഒരു 6-7 മാസം മുമ്പ് കൗൺസിലർ ആയതുകൊണ്ട് തന്നെ അവർക്ക് പരിചയമുണ്ട്. അപ്പോൾ ഞാൻ അതിന് ശേഷം ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് കൗൺസിലറായിട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് ഒന്നും അറിയില്ല, ഏത് സെക്ഷനിൽ പോകണം, എവിടെ കത്ത് കൊടുക്കണം, എങ്ങനെയാണെന്നൊരു ഒന്നും. കാരണം രാവിലെ ആയപ്പോൾ വീട്ടിലെ ആളുകൾ വന്ന് ഫസ്റ്റ് ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്ന് പറയുന്ന ഒരു വെള്ളം ഇല്ലാത്തതിൻ്റെ വിഷയം ആയിരുന്നു. അപ്പോൾ എൻ്റെ വാർഡിൽ ആ സമയത്ത് കുറേ ഭാഗത്ത് വെള്ളമില്ലാതെ ഭയങ്കര വിഷയം. എനിക്ക് ഈ ഇഷ്യൂ ഫേസ് ചെയ്യാൻ എനിക്കറിയില്ല. ഞാൻ പൊട്ടിക്കരയുവാണ്, കാരണം ആളുകളെല്ലാം വീട്ടിൽ വന്നിങ്ങനെ പ്രശ്നമുണ്ടാക്കി ഭയങ്കരമായിട്ട് എന്നെ ഫയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല, കാരണം ഒരു കൗൺസിലറുടെ ലൈഫ് ഇങ്ങനെയാണോ എന്നൊക്കെ കാരണം എനിക്ക് അപ്പോഴും അതിന് അറിയില്ല. അപ്പോൾ ആളുകൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഫയർ ചെയ്തിട്ട് ഇങ്ങനെ നിങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്, കൗൺസിലറായിട്ട് ഇതിനെ കൊണ്ട് എന്താ പറ്റാത്തത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല, ഞാനിത് എവിടെയാണ് വന്ന് പെട്ടത് എന്നൊക്കെ ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷെ അതിൽ നിന്നൊക്കെ തന്നെ ഇങ്ങനെ പ്രോബ്ലംസ് ഒക്കെ വന്ന് അത് സോൾവ് ചെയ്യാൻ പഠിച്ചു. പിന്നീട് ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി എല്ലാ വിഷയങ്ങളും പഠിച്ച് ഓരോ സെക്ഷനിലും തന്നെ കയറി ഇറങ്ങി എല്ലാം എങ്ങനെയാണ് കത്തുകൾ കൊടുക്കുന്നത്, ആരെ പോയി കാണും എന്നൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്ത് പഠിച്ചു. പിന്നീട് എനിക്ക് അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് പറ്റും, തീർച്ചയായിട്ടും എന്നെ കൊണ്ട് പറ്റും. കാരണം ഇത്രയും കാരണം അവരുടെ വിഷമങ്ങൾ കൊണ്ടാണ് അവർ നമ്മളെ ഫയർ ചെയ്യുന്നതായാലും അവർക്ക് ഒരു കാര്യം നടക്കാത്തത് കൊണ്ടാണ് നമ്മളെ ഫയർ ചെയ്യുന്നത്. പക്ഷെ അതൊക്കെ മനസ്സിലാക്കി വന്നപ്പോൾ പിന്നെ എനിക്ക് എന്തായാലും പറ്റും, എനിക്ക് പറ്റുന്ന ഒരു ഫീൽഡാണ്. ഇല്ല ഇപ്പൊ നമുക്ക് ഇപ്പൊ എനിക്ക് മനസ്സിലാക്കാം. കാരണം ആദ്യമൊക്കെ ഞാൻ നേരത്തെ പണ്ടും പറഞ്ഞിട്ടുണ്ട് ഞാൻ പൊട്ടക്കിണറ്റി കിടക്കുന്ന തവളയാണെന്ന് തോന്നി. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെയല്ല. ഇപ്പൊ നമുക്ക് പറന്ന് നടക്കുന്ന ഒരു കാരണം നമുക്ക് എല്ലാ സ്ഥലത്തും ആളുകളുടെ പ്രശ്നം കേട്ടിരുന്ന് നമുക്കതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ വേറെയാണ്. അതിപ്പോ ഞാനിപ്പോ റോഡിൻ്റെതോ കുടിവെള്ളം അത് മാത്രമല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് നമുക്ക് നഗരസഭയുടെ പദ്ധതികൾ തന്നെ ഉപയോഗിക്കണമെന്നില്ല. നമുക്ക് അസുഖം ബാധിതരായിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് സഹായം ചെയ്യാം. അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അത് ഇതിനകത്ത് നിൽക്കുമ്പോൾ മാത്രമല്ല അല്ലാതെയും ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇതിനകത്ത് നിൽക്കുമ്പോൾ കുറച്ച് കൂടുതൽ. കാരണം പണ്ടൊക്കെ ഞാൻ കോളേജിലൊക്കെ നമുക്ക് പഠിക്കുക, വീട്ടിൽ വരിക, ട്യൂഷൻ, അങ്ങനെയൊക്കെ നമുക്ക് ആളുകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്താണെന്ന് അറിയില്ല. ഇപ്പൊ ജനങ്ങൾക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നു നമുക്കറിയാം. നമുക്ക് നമ്മുടെ വീട്ടിലെ വിഷയം മാത്രമേ അറിയുള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഒരു ജനതയുടെ മുഴുവൻ വിഷയങ്ങൾ അറിയാൻ സാധിക്കും. നമുക്കത് പരിഹരിച്ച് കൊടുക്കുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അത് വേറെ ലെവലാണ്. അപ്പോൾ അവർ നമ്മളെ കൈവച്ച് അനുഗ്രഹിക്കും. ചിലപ്പോൾ നിങ്ങളൊരു പക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ സോഷ്യൽ മീഡിയയിൽ. കാരണം എന്നെ അമ്മമാർ അത്രയ്ക്ക് സ്നേഹിക്കുന്നു, ഓടി വന്ന് എന്നെ എപ്പോഴും കെട്ടിപ്പിടിച്ച് എനിക്ക് ഉമ്മ തരുമ്പോൾ അവരെന്നെ അവരുടെ സ്വന്തം മോളെ പോലെയാണ് കാണുന്നത്. ഞാൻ അത്രയ്ക്ക് അവരോടൊപ്പം നിന്നിട്ട് അവർക്ക് വേണ്ടി അത്രയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഒരു സ്നേഹം കിട്ടുന്നത്. എന്നെ എപ്പോൾ കണ്ടാലും ഓടി വന്ന് അമ്മമാരൊക്കെ തന്നെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ തരും. അപ്പം അത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവും. ഇതൊന്നും പൈസ കൊടുത്താൽ കിട്ടുന്നതല്ല സംഭവം, അത് നമ്മൾ സ്നേഹം കൊടുത്ത് കിട്ടുന്നതാണ്. അതിനൊന്ന് എന്തൊക്കെ പറഞ്ഞാലും വേറെ ഒന്നിനും മാറ്റി മറിക്കാൻ സാധിക്കില്ല. ഒരുപാട് പേര്. കാരണം എനിക്ക് തെരഞ്ഞെടുപ്പിൽ ചെന്നപ്പോഴും എനിക്ക് മനസ്സിലായി ഇത്രയും പേർക്ക് നമ്മൾ സഹായം ചെയ്തതും അല്ലാത്തതും ഒക്കെ തന്നെ അവർക്ക് നമ്മൾ വിശ്വാസം, നമ്മൾ ചെയ്തിട്ടുള്ള കാര്യം നന്ദിയുണ്ട്. അതുകൊണ്ട് ഓടി വന്ന് നമ്മളെ കെട്ടിപ്പിടിച്ച ഒരു മോളെ പോലെ നമ്മളെ കാണുന്നത്. അപ്പോൾ ഒരു പൊളിറ്റീഷ്യൻ എങ്ങനെ ആയിരിക്കണമെന്ന് ഇപ്പോൾ തന്നെ മനസ്സിലായി കഴിഞ്ഞു അല്ലേ? ഏതെങ്കിലും ചിലരൊക്കെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ആയി എന്ന് കരുതി ഏതെങ്കിലും ഒരു പദവിയിൽ എത്തിക്കഴിഞ്ഞാൽ ജനങ്ങളെ അടുപ്പിക്കാതിരിക്കുക, അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഒരു പൊളിറ്റീഷ്യൻ എങ്ങനെ ആയിരിക്കണമെന്ന് ആശാനാഥ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ജനങ്ങളുമായി അടുത്ത് നിൽക്കുക, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അപ്പോൾ അവർ തന്നെ നമ്മളെ കൂടെ നിർത്തും, ചേർത്ത് നിർത്തും. അപ്പോൾ ഈ പൊളിറ്റിക്സിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പൊളിറ്റിക്സിൽ ഇങ്ങനെ വരണമോ വേണ്ടയോ എന്ന് ശങ്കിച്ച് നിൽക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? കാരണം നമുക്ക് നല്ല കഴിവുള്ള യുവത്വം വേണം പൊളിറ്റിക്സിൽ. ഈ അഹങ്കാരികളെ അല്ല നമുക്ക് വേണ്ടത്, നമുക്ക് ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരെയാണ്. അഴിമതിക്കാരെയല്ല നമുക്ക് വേണ്ടത്, സത്യസന്ധരെയാണ്. എന്താണ് പറയാനുള്ളത്? എല്ലാവരും പൊളിറ്റിക്സിൽ വരണം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എല്ലാവർക്കും പൊളിറ്റിക്സ് വേണം. പല കുട്ടികളും ചോദിക്കുമ്പോൾ എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയല്ല, വ്യക്തമായിട്ട് രാഷ്ട്രീയ കാഴ്ചപ്പാട് ഉണ്ടാവണം. നമ്മുടെ നാട്ടിൽ നടക്കുന്ന എന്താണെന്ന് അറിയണം. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി അവരുടെ വിഷയങ്ങളും ഒക്കെ തന്നെ നമ്മൾ പഠിക്കണം, അവരോടൊപ്പം നിൽക്കണം. ഇതിനൊരു അഹങ്കാരമോ ഒന്നും അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ
എനിക്ക് ഒരു പൊളിറ്റീഷ്യൻ ഇങ്ങനെ ആയിരിക്കും എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. എങ്ങനെ, കാരണം ഒരു സാധാരണ ജനങ്ങളോടൊപ്പം എപ്പോഴും നിൽക്കുന്ന ഒരാളായിരിക്കണം ഒരു പൊളിറ്റീഷ്യൻ, അത്രേ ഉള്ളൂ. അവർക്ക് ഇങ്ങനെ അവർ ഈ ഒരു ക്വാളിറ്റീസ് വേണം അങ്ങനെയൊന്നുമില്ല. ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളായി മാറാൻ ഭയങ്കര പ്രയാസമാണ്. അതെ, അതാണ് വേണ്ടത് അല്ലേ? അതാണ് വേണ്ടത്. ഇപ്പോൾ ആദ്യം പറഞ്ഞു ഈ വിവാദങ്ങളെ നേരിടുക, പരാതികളെ നേരിടുക, അത് പ്രത്യേക ഒരു കഴിവ് വേണം, എക്സ്പീരിയൻസും വേണം അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് തെരഞ്ഞെടുപ്പിന്റെ കാലം കൂടി വരാൻ പോവുകയാണ്, വിവാദങ്ങൾക്ക് ഒട്ടും കുറവില്ലാതിരിക്കും. തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയാസിൽ പോസിറ്റീവും നെഗറ്റീവ്സും ഉണ്ട്. കാരണം സോഷ്യൽ മീഡിയ നമുക്ക് അങ്ങനെയാണ്, ചിലപ്പോൾ നല്ല പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ വിഷയം വന്നാൽ ഇതെല്ലാം നമുക്ക് ഡൗൺ ആവും. ഒരുപാട് നെഗറ്റീവ്സിന് വരാറുണ്ട്, പല കാര്യങ്ങളും നമ്മൾ നെഗറ്റീവ്സിൽ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ വിഷമിക്കാനും പാടില്ല, പോസിറ്റീവ്സ് കൂടുതൽ വരുമ്പോൾ നമ്മൾ സന്തോഷിക്കാനും പാടില്ല എന്ന് ഞാൻ ഈ രാഷ്ട്രീയത്തിൽ വന്ന ശേഷമാണ് പഠിച്ചത്. അപ്പോൾ നമുക്ക് ഇനി തീർച്ചയായിട്ടും നഗരസഭ നമുക്കറിയാം ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരു പദവിയിലാണ് ഇരിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഓരോ മാസം തോറും നമ്മൾ ഓരോ ദിവസം കഴിയുന്നതോറും പ്രതീക്ഷിക്കേണ്ടത് എന്ത് വേണം ഇന്ന് വരാം എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ പ്രതീക്ഷിച്ച് തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും കാരണം എന്തിനും നമ്മളെ അറ്റാക്ക് ചെയ്യുക എന്ന ഉദ്ദേശത്തോട് തന്നെയായിരിക്കും ഇന്ന്. അതുകൊണ്ട് എന്ത് വേണം പ്രതീക്ഷിക്കാൻ, നമ്മൾ വളരെ കെയർഫുള്ളോടുകൂടി തന്നെയാണ് പോകുന്നത്. ഇലക്ട്രിക് ബസിന്റെ കാര്യം വരുന്നു, ഇലക്ട്രിക് ബസ് നഗരസഭയിൽ തന്നെ ഓടണം എന്ന് തന്നെയാണ് നമ്മുടെ പാർട്ടി തീരുമാനം. അതിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ല, കാരണം നമ്മുടെ നഗരത്തിലുള്ളവർക്ക് നമ്മുടെ മേയർ സൂചിപ്പിച്ചത് തന്നെയാണ്. അത് ശരി. അപ്പോൾ ഇനിയിപ്പോൾ വരാൻ പോകുന്ന, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഈ വി കെ പ്രശാന്ത് അദ്ദേഹം വട്ടിയൂർക്കാവിൽ നിന്ന് തുടർ വിജയം നേടി വരികയാണ്. അദ്ദേഹം പറഞ്ഞത് തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വിവാദം ഉണ്ടാക്കുകയാണ് എന്നാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ ഈ വട്ടിയൂർക്കാവ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുവന്നാണോ ഈ കെട്ട വിവാദം? ഇത് ആരാ കൊണ്ടുവന്നേ? ഇത് മാഡം ഒരു മോനെ പോലെ വിളിച്ച് സംസാരിച്ച ഒരു വിഷയം, മാഡം പേഴ്സണലി വിളിച്ച് സംസാരിച്ചൊരു വിഷയം ഇത്രയും വിവാദമാക്കി കൊണ്ടുവന്നത് നമ്മളാരുമല്ല. അപ്പോൾ ആരാണ് പേഴ്സണലി ടാർഗറ്റ്? നമ്മളാരും അല്ല. പുള്ളിക്കാരന് അങ്ങനെ തോന്നി, ഇത് ഇങ്ങനൊരു വിഷയമാക്കണമെന്ന് തോന്നി. അപ്പോൾ പുള്ളിക്കാരന് തന്നെ തിരിച്ചടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നമ്മൾ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല, ജനങ്ങൾക്കെല്ലാം മനസ്സിലായത്. ഇപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം വികസന രാഷ്ട്രീയം കൂടുതൽ ചർച്ചയാവുന്നുണ്ട്. അത് കേരളത്തിൽ തന്നെ ഒരു പുതിയ മാതൃക. പലപ്പോഴും രാഷ്ട്രീയ എതിരാളികൾ, നിരീക്ഷകരൊക്കെ തന്നെ ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് അതൊരു നല്ലൊരു മോഡലാണ് എന്ന് പറയുന്നുണ്ട്. അതായത് എതിരാളികളുടെ നെഗറ്റീവ് പറയുന്നതിനേക്കാൾ എനിക്കെന്ത് ചെയ്യാൻ കഴിയും, എനിക്കെന്ത് നടത്താം, അത് പറയുന്നുണ്ട്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? അത് തന്നെയാണ് വേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പൊളിറ്റീഷ്യൻ ഇങ്ങനെ ആവണം അങ്ങനെ ആവണം എന്നല്ല. നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും, നമുക്കെന്ത് വികസന പ്രവർത്തനം കൊണ്ടുവരാൻ സാധിക്കും, നമുക്ക് ജനങ്ങളോടൊപ്പം നിന്ന് അവർക്കെന്ത് ചെയ്തു കൊടുക്കാൻ സാധിക്കും, അവർക്കെന്ത് മറുപടി കൊടുക്കാൻ സാധിക്കും, ഇതൊക്കെ തന്നെയാണ് നോക്കുന്നത്. അല്ലാതെ ഒരു പൊസിഷൻ വന്ന ശേഷം നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അത് തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖർജി തന്നെയാണ് റോൾ മോഡൽ. ഓക്കെ. അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാർട്ടിയിൽ വർക്ക് ചെയ്യുന്നു ഒട്ടേറെ മികച്ച ഗ്രേറ്റ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് ഉണ്ട്. പൊളിറ്റിക്സിൽ ഏറ്റവും നല്ല മുഹൂർത്തം ഇതുവരെയുള്ള, ഇനിയും ഒട്ടേറെ പാതകൾ താണ്ടാനുണ്ട് എങ്കിലും ഇതുവരെയുള്ളതിൽ ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് എന്താണ്? ഇതുവരെയുള്ള ഏറ്റവും നല്ല മുഹൂർത്തം എന്ന് പറയുന്നത്, ഒരിക്കലും മറക്കാത്ത മുഹൂർത്തം എന്ന് പറയുന്നത് മോദിജിയെ ഫസ്റ്റ് കണ്ടത് തന്നെയാണ്. അതിന് എന്ത് പറഞ്ഞാലും അത് മനസ്സിൽ നിന്നും മായില്ല. എന്നെപ്പോലുള്ള സാധാരണക്കാരിയായിരുന്നു. ഞാൻ ഫസ്റ്റ് കൗൺസിലറായി വന്ന സമയത്ത് എനിക്ക് നമ്മുടെ പ്രൈം മിനിസ്റ്ററിൻ്റെ അടുത്ത് നിൽക്കാൻ സാധിച്ചു. എനിക്ക് അപ്പോഴൊക്കെ അടുത്ത് നിന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു മഞ്ജു വാര്യരുടെ സിനിമയുണ്ട്, നമ്മൾ പ്രസിഡന്റിനെ കാണുമ്പോൾ തലകറങ്ങി വീഴുന്ന ഒരു അതേപോലെയായിരുന്നു എനിക്ക് പ്രൈം മിനിസ്റ്ററെ കണ്ടപ്പോൾ. ഞാൻ എൻ്റെ തൊട്ടടുത്തുനിന്ന് കൗൺസിലറോട് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി എന്നെ ഒന്ന് പിടിച്ചു, ചിലപ്പോൾ ഞാൻ തലകറങ്ങി വീഴും. കാരണം അതായിരുന്നു എനിക്ക് ഏറ്റവും ബ്ലസ്ഡ് മൂമെൻറ്റ്സ് പൊളിറ്റിക്സിൽ വന്ന ശേഷം. അതെനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അത് പ്രൈം മിനിസ്റ്ററെ അടുത്ത് കണ്ടത്, അടുത്തിരുന്ന് സംസാരിച്ചതൊക്കെ തന്നെയാണ്. അത് ബ്ലസ്ഫുൾ മൊമെന്റ്, അത്രേ പറയാനുള്ളതിന്. ഓക്കെ. ഇനിയുള്ള യാത്ര ഇതുപോലെ തന്നെ ജനങ്ങളോട് അടുത്ത് നിന്ന് മുന്നോട്ട് പോകും, അതിനപ്പുറം എന്തെങ്കിലും പറയാനുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജനങ്ങളിൽ ഒരാളെ അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധി തന്നെയായിരിക്കും ഞാൻ. അതിന് യാതൊരു സംശയമില്ല. ഇപ്പം നമ്മുടെ തിരുവനന്തപുരം നഗരത്തിലെ 101 വാർഡിലെയും ജനങ്ങൾ ഒരുപോലെ കണ്ട് പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധി തന്നെയായിരിക്കും. കാരണം BJP കുറിച്ച് പറയുമ്പോൾ മറ്റ് ചില മാധ്യമങ്ങളിലും ചില രാഷ്ട്രീയക്കാരും ഒക്കെ തന്നെ പറയുന്നത് ഇവർ വെറുപ്പിൻ്റെ ആൾക്കാരാണ്, അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുന്നവരാണ്, ആക്രമിക്കുന്നവരാണ്, ഹിന്ദുക്കളെ മാത്രം സംരക്ഷിക്കുന്നവരാണ്, അങ്ങനെയൊക്കെ തോന്നുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു? BJP എങ്ങനെയാണ് എന്ന് തെളിയിക്കാൻ? അതിന് ജനങ്ങളുടെ മനസ്സിൽ നല്ല മാറ്റമുള്ളത് കൊണ്ട് തന്നെയാണ് BJP ഇപ്പോൾ ഇത്രയും മുന്നോട്ട് വന്നിരിക്കുന്നത്. അവർക്ക് വ്യക്തമായിട്ട് തന്നെ, ഇപ്പം ഞാനടക്കം നിരവധിയായിട്ടുള്ള കൗൺസിലർ 3-4 ടേമിൽ
ജയിക്കുന്നത് കാരണം അവർക്ക് വ്യക്തമായിട്ട് അറിയാം ഇവർ കൗൺസിലറായിട്ട് വന്നിട്ട് നമുക്കൊരു പ്രശ്നവുമില്ല, അവർ നമ്മളോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്, അതുകൊണ്ട് അവർ വിജയിച്ചു പോകുന്നത് നമുക്ക് യാതൊരു പ്രശ്നമില്ലെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചില രാഷ്ട്രീയത്തിലെ ആളുകൾ വെറുതെ വർഗീയവും ഇതൊക്കെ പറഞ്ഞ് വെറുതെ നെഗറ്റീവ്സ് ഉണ്ടാക്കുക, അവർക്ക് തന്നെയാണ് അതൊരു വിഷയമായിട്ട് വരുന്നത്. അത് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ അത് ബാധിക്കുന്നില്ല, അവരതൊന്നും മൈൻഡ് ചെയ്യാതെ BJPക്ക് തന്നെയാണ് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒട്ടേറെ വിജയങ്ങൾ തിരഞ്ഞെടുപ്പ് രംഗത്ത് നേടാൻ സാധിക്കട്ടെ. രാഷ്ട്രീയ ഭാവി ശോഭനമാകട്ടെ. ജനങ്ങളുടെ ഹൃദയത്തിൽ എന്നും നിൽക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെയധികം നന്ദി ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.